നേരിട്ടുള്ള വിതയ്ക്കലിലൂടെയാണ് ഞങ്ങൾ നെൽകൃഷി നടത്തുന്നത്. അഭിമാൻ ഉപയോഗിച്ചതിനുശേഷം നെൽകൃഷി വളരെ നന്നായി വളരുന്നു. ചെടികൾ നന്നായി ശാഖ ഉള്ളതും വലിയ അളവിൽ വളർന്നിട്ടുമുണ്ട്. ഈ നെൽകൃഷിയിൽ അഭിമാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെ അടുത്തുള്ള നെൽകൃഷിയിൽ അഭിമാൻ ഉപയോഗിച്ചിട്ടില്ല. രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഗണ്യമായ വ്യത്യാസം വ്യക്തമായി കാണാം. അഭിമാൻ ഉപയോഗിക്കുന്ന എന്റെ നെൽകൃഷി ഏകദേശം 5 അടി ഉയരം വരെ നന്നായി വളർന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അയ്യപ്പൻ. ഞാൻ തിരുവാരൂർ ജില്ലക്കാരനാണ്. കഴിഞ്ഞ 10 മുതൽ 15 വരെ വർഷമായി ഞാൻ കൃഷി ചെയ്യുന്നു. നെല്ല്, പരുത്തി തുടങ്ങിയ വിളകൾ ഞാൻ വളർത്തുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ കൂടുതലും ഹ്രസ്വകാല വിളകളാണ് വളർത്തുന്നത്. ഇവിടുത്തെ എല്ലാ കർഷകരും നേരിട്ടുള്ള വിതയ്ക്കൽ പിന്തുടരുന്നു. കനാലുകളിലൂടെയാണ് ജലസേചനം നടത്തുന്നത്. എന്റെ സുഹൃത്ത് ശക്തിവേൽ ഫേസ്ബുക്കിൽ APKS ഓർഗാനിക്സ് എന്ന കമ്പനിയെ കണ്ടു. അഭിമാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്കാൻ എന്നോട് നിർദ്ദേശിച്ചു. അതുകൊണ്ട് നമുക്ക് ഇത് പരീക്ഷിച്ചു നോക്കാം എന്ന ആശയത്തോടെ നട്ടതിനു ശേഷമുള്ള 20-ാം ദിവസം ഞങ്ങൾ അഭിമാൻ മണലിൽ കലർത്തി ഏക്കറിന് 5 ലിറ്റർ എന്ന തോതിൽ വളമായി നൽകി. വെള്ളത്തിൽ കലർത്തി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വിതറാൻ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളം വേഗത്തിൽ ഒഴുകുന്നതിനാൽ അത് തുല്യമായി പോകാത്തതിനാൽ ഞങ്ങൾ അത് മണ്ണിൽ കലർത്തി. നിലവിൽ നെൽകൃഷിയുടെ വളർച്ച വളരെ നല്ലതാണ്. നെല്ല് നല്ലൊരു തല രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെടിയിൽ ഏകദേശം 300 നെൽമണികളുണ്ട്. ഫലം വളരെ നല്ലതായതിനാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കൂടാതെ നെല്ലിന്റെ ഭാരം വർദ്ധിപ്പിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും FL77 തളിക്കാൻ അവർ ഞങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഒരു വാട്ടർ ടാങ്കിന് 300 മില്ലി എന്ന തോതിൽ ഇത് കലർത്തി. മുമ്പ് ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ജൈവകൃഷിയിൽ ഞാൻ വളരെ സംതൃപ്തനും സന്തുഷ്ടനുമാണ്. എന്റെ ഒരു സുഹൃത്ത് എന്റെ നെൽകൃഷിക്ക് സമീപം നെല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിമാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അത് ഉപയോഗിച്ചു. രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ അഭിമാൻ ഉപയോഗിക്കുന്ന എന്റെ നെൽകൃഷി ഏകദേശം 5 അടി ഉയരത്തിൽ വളർന്നു. കീടങ്ങളുടെ ആക്രമണമില്ല. നിലവിൽ ഒരു ചെടിയിൽ ഏകദേശം 20 കായ്കൾ രൂപപ്പെട്ടിട്ടുണ്ട്. അഭിമാൻ ഉപയോഗിക്കുന്നതിനു മുമ്പ് ഇത് വളരെ കുറവായിരുന്നു. അതിനാൽ APKS ഓർഗാനിക്സിന്റെ ഉൽപ്പന്നങ്ങൾ പരീക്ഷിച്ച് പ്രയോജനപ്പെടുത്താൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി.